എവ്രിവൺ. ഈ വീഡിയോയിൽ മോർഫോളജി, സിൻടാക്സ്, സെമാൻറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ 3 ടോപ്പിക്സും ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ മോർഫോളജി എന്താണെന്ന് നോക്കാം. മോർഫോളജി refers to the scientific study of the structure of morphemes and words. മോർഫീംസിനെ കുറിച്ച് പഠിക്കുന്നു. മോർഫീംസിൻ്റെ സ്ട്രക്ചർ, മോർഫീംസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എഴുതുന്നത്, അതേപോലെ വേർഡ്സ്, ഇതിനെ പറ്റിയിട്ട് സയൻറ്റിഫിക്കലി പഠിക്കുന്നതിനെയാണ് മോർഫോളജി എന്ന് പറയുന്നത്. ഇനി മോർഫീംസിനെ പറ്റി പഠിക്കുന്നു എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞു. ഈ മോർഫീം എന്താണ്? മോർഫീം ഇസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഗ്രാമർ വിത്ത് മീനിങ്. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഗ്രാമർ ആണ് മോർഫീം. ഈ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഗ്രാമർ എന്ന് പറയുമ്പോൾ അതിനൊരു മീനിങ് കൂടി വേണം. ഓക്കെ, അതായത് ഇൻ അതർ വേർഡ്സ് എ മോർഫീം ഇസ് ദ സ്മോളസ്റ്റ് മീനിങ് യൂണിറ്റ്. സ്മോളസ്റ്റ് മീനിങ് യൂണിറ്റ് ആണ് മോർഫീം എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇൻ വർക്ക് ഒരു വേർഡ് എടുക്കുകയാണ്. നമ്മൾ വർക്ക് എന്ന് പറയുന്ന ഒരു വേർഡ് എടുത്തു. ദർ ഇസ് ജസ്റ്റ് വൺ മോർഫീം അല്ലേ? വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നില്ലേ? ഗ്രാമറ്റിക്കലിയും ഓക്കെ ആയിട്ടുള്ളൊരു ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ട്. വർക്ക് ഓക്കെയാണ്. അതെന്താ? അതിൽ എത്ര മോർഫീം ഉണ്ട്? 1 മോർഫീം. വർക്ക് എന്ന് പറയുന്നത് ഒരു മോർഫീമാണ് കേട്ടോ. ഇനി എന്താ? ഇൻ വർക്കർ. ഇനി വർക്കർ എന്നൊരു വേർഡ് എടുക്കുക. അതിൽ വർക്ക് എന്ന് പറയുന്ന ഒരു മോർഫീമും ER എന്ന് ആഡ് ചെയ്തപ്പോൾ നമുക്ക് പുതിയൊരു മീനിങ് കൂടി കിട്ടി. വർക്ക് എന്ന് പറയുമ്പോൾ ഒരു മീനിങ് ഓൾറെഡി ഉണ്ട്. വർക്കർ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ മോർഫീം, രണ്ടാമത്തെ മീനിങ് കിട്ടാണ് അവിടെ. വർക്ക് ചെയ്യുന്ന ഒരു ആള് അല്ലേ? അപ്പോൾ 2 മോർഫീംസ് വർക്കർ എന്ന് പറയുന്ന വേർഡിലുണ്ട്. ഇനി അടുത്തത് നോക്കിക്കേ. ഇൻ വർക്കേഴ്സ് ദർ ആർ 3 മോർഫീംസ്. വർക്കേഴ്സ് എന്നെടുത്ത് നോക്ക്. വർക്ക് എന്ന് പറയുമ്പോൾ ഒരു മീനിങ് ഫുൾ ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ട്. വർക്കർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മീനിങ് ഫുൾ ആയിട്ട് രണ്ടാമത്തെ മോർഫീം ആയപ്പോൾ വർക്കർ എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ഐഡിയ ഉണ്ട്. വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ വേറൊരു ഐഡിയ അവിടെ വരുവാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് വർക്കേഴ്സിൽ 3 മോർഫീംസ് ഉണ്ട്. കണ്ടോ, ഇങ്ങനെയാണ്. അപ്പോൾ വർക്കിൽ ഒരു മോർഫീമാണ്, വർക്കറിൽ 2 മോർഫീംസ് ഉണ്ട്, വർക്കേഴ്സിൽ 3 മോർഫീംസ് ഉണ്ട് അല്ലേ? അപ്പോൾ വർക്ക് എന്നുള്ളതിൽ നമുക്ക് ഒരു മീനിങ് ഫുൾ യൂണിറ്റ് ആണത്. അതിൽ ഗ്രാമാറ്റിക്കലിയും കറക്റ്റാണ്. വർക്കർ എന്ന് പറയുമ്പോഴും അത് മീനിങ് ഫുള്ളാണ്, ഗ്രാമാറ്റിക്കലി ഓക്കെയാണ്. വർക്കേഴ്സും അതെ, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിനെയാണ് മോർഫീംസ് എന്ന് പറയുന്നത്. ഇനി മോർഫീംസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 2 ടൈപ്സ് ഉണ്ട് മോർഫീംസ്. അതായത് മോർഫീംസ് ദറ്റ് ക്യാൻ സ്റ്റാൻഡ് ഇൻഡിപെൻഡൻ്റ്ലി ആർ കോൾഡ് ഫ്രീ മോർഫീംസ്. ഫ്രീ മോർഫീംസും ഉണ്ട്, ബൗണ്ട് മോർഫീംസ് ഉണ്ട്. ഫ്രീ മോർഫീംസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ഇൻഡിപെൻഡൻ്റ്ലി അതിന് നിൽക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നോക്കിയേ, ഹാപ്പി, എഡ്യൂക്കേറ്റ്, ബ്യൂട്ടി, ഗവേൺ, ഈ വാക്കുകളുടെ പ്രത്യേകത എന്താ? ഇതിൻ്റെ കൂടെ വേറെ ഒന്നും ആഡ് ചെയ്യണ്ട. ഇത് സിമ്പിളായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നാലും മീനിങ് ഫുൾ അല്ലേ? ഹാപ്പി എന്ന് പറയുമ്പോൾ മീനിങ് ഫുള്ളാണ്, എഡ്യൂക്കേറ്റ് മീനിങ് ഫുള്ളാണ്, ബ്യൂട്ടി, ഗവേൺ ഇതെല്ലാം മീനിങ് ഫുള്ളാണ്. അപ്പോൾ ആ ഒരു ഒറ്റ വേർഡ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്, മീനിങ് ഫുള്ളാണ്. അപ്പോൾ ആ ഒരു ഫ്രീ മോർഫീംസിന് റൂട്ട്സ് എന്നും പറയാം. ഫ്രീ മോർഫീംസ് ക്യാൻ ഓൾസോ ബി കോൾഡ് റൂട്ട്സ്. അതായത് അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന വേർഡ്സ് ആണ് ഫ്രീ മോർഫീംസ്. ഇനി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റാത്ത, അതായത് നമുക്ക് അതിൻ്റെ കൂടെ പ്രിഫിക്സ് അല്ലെങ്കിൽ ഇംഫിക്സ് അല്ലെങ്കിൽ സഫിക്സ് ഒക്കെ ആഡ് ചെയ്തത് ആണ് ബൗണ്ട് മോർഫീം. അതായത് ദോസ് മോർഫീംസ് ദറ്റ് കനോട്ട് സ്റ്റാൻഡ് ഇൻഡിപെൻഡൻ്റ്ലി ദേ ആർ അറ്റാച്ച്ഡ് ടു ഫ്രീ മോർഫീംസ്. ഒരു ഫ്രീ മോർഫീമിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ചില വേർഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിനെയാണ് ബൗണ്ട് മോർഫീംസ് എന്ന് പറയുക. അതായത് ഈ അഫിക്സ്, അതേപോലെ പ്രിഫിക്സ്, അതായത് അഫിക്സിൽ 3 എണ്ണം ഉണ്ട്: പ്രിഫിക്സ്, ഇൻഫിക്സ്, സഫിക്സ്. അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ അത് എന്താകുന്നുണ്ട്? അതിന് ഇൻഡിപെൻഡൻ്റ്ലി അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ഇൻഡിപെൻഡൻ്റ്ലി അല്ല, അതിന് ഏതെങ്കിലും ഒരു വേർഡിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. അതിനെയാണ്, അതായത് ഈ ഫ്രീ ഫോംസിലേക്ക്, അതായത് ഫ്രീ മോർഫീമിലേക്ക് അതിനെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോഴാണ് അത് ബൗണ്ട് മോർഫീം ആവണേ. കാരണം ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇൻഡിപെൻഡൻ്റ്ലി സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഒരു മോർഫീം കൂടി ആഡ് ചെയ്ത് കൊടുക്കും. സോ അതാണ് ബൗണ്ട് മോർഫീം. ഇപ്പോൾ എക്സാമ്പിൾ പറയാം. ഹാപ്പി എന്നുള്ളതിൻ്റെ കൂടെ ഹാപ്പിനെസ്, അതായത് ഹാപ്പി എന്നുള്ളതിൻ്റെ കൂടെ നെസ്, NESS എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്തു അല്ലേ? അതായത് ഒരു വേർഡിൻ്റെ എൻഡിങ്ങിൽ നമ്മൾ പുതിയത് ആഡ് ചെയ്യുന്നതിനെയാണ് സഫിക്സ് എന്ന് പറയുക. അപ്പോൾ സഫിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹാപ്പിനെസ് എന്നൊരു വേർഡ് വന്നു. അപ്പോൾ അതെന്താണ്? ഹാപ്പി എന്നുള്ള വേർഡ് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റിയില്ല, അതിന് ഒരു സഫിക്സിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. കണ്ടോ? അപ്പോൾ അതാണ് ബൗണ്ട് മോർഫീം. അപ്പോൾ അത് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബൗണ്ട് മോർഫീമാണ്. കാരണം അതിന് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ
ആ ഒരു കോണ്ടെക്സ്റ്റിൽ മീനിങ് ഇല്ല. സോ അതിൻ്റെ കൂടെ ആരെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് വൺ നോക്കിയേ, എഡ്യൂക്കേഷൻ. കണ്ടോ, അവിടെ എഡ്യൂക്കേറ്റ് എന്നുള്ള വേർഡിനെ നമ്മൾ ടി കഴിഞ്ഞിട്ട് ഇ കട്ട് ചെയ്ത് ION എന്ന് ആഡ് ചെയ്തു. അപ്പോൾ അതെന്തായി, പിന്നെ ഒരു ബൗണ്ട് മോർഫീമായി. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞപ്പോഴാണ് അതിനൊരു മീനിങ് വന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിനെയാണ് പിന്നെയും ബൗണ്ട് മോർഫീം എന്ന് പറയാം. നെക്സ്റ്റ് വൺ ബ്യൂട്ടിഫുൾ. അവിടെ എന്താ, ഫുൾ FUL എന്ന് പറയുന്ന ഒരു സഫിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്, അവിടെ ഗവേൺ എന്നുള്ള വേർഡിൻ്റെ കൂടെ, അതായത് ഫ്രീ മോർഫീമിൻ്റെ കൂടെ അല്ലെങ്കിൽ റൂട്ട് വേർഡിൻ്റെ കൂടെ മെൻറ്റ് എന്നൊരു സഫിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അൺഹാപ്പി. അൺഹാപ്പിയുടെ പ്രത്യേകത എന്താണ്, അൺഹാപ്പിയിൽ പ്രിഫിക്സ് ആണ് ആഡ് ചെയ്തേക്കുന്നത്. UN എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് ഹാപ്പി എന്നൊരു വേർഡിൻ്റെ കൂടെ, അതായത് ഹാപ്പി എന്ന് പറയുന്ന റൂട്ട് വേർഡിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കുന്നത്. ഇനിയും നെക്സ്റ്റ് വൺ ഈസ് ഇൻജസ്റ്റിസ്. ജസ്റ്റിസിൻ്റെ കൂടെ ഇൻ എന്ന് പറഞ്ഞൊരു പ്രിഫിക്സ് ആഡ് ചെയ്തു. അങ്ങനെ ഇഷ്ടംപോലെ പ്രിഫിക്സും സഫിക്സും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള വേർഡ്സ് ഉണ്ട്. സോ അതിനെയാണ് പ്രിഫിക്സ് അല്ലെങ്കിൽ സഫിക്സ് ആഡ് ചെയ്തപ്പോൾ അതിന് പുതിയൊരു മീനിങ് വന്നു. അങ്ങനത്തെ വേർഡ്സിനെയാണ് ബൗണ്ട് മോർഫീംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കാം. അടുത്തതാണ് അല്ലോമോർഫ്സ്. അല്ലോമോർഫ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനിങ്, അതായത് അതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കണേക്ക് മുമ്പ് എക്സാമ്പിളിൽ നിന്ന് നോക്കി തുടങ്ങാം. ഇവിടെ നോക്കിക്കേ, എസ് ഓർ ES അല്ലേ. നമ്മളിപ്പോൾ ഒരു വാക്കിൻ്റെ കൂടെ അറ്റത്ത് അത് പ്ലൂറലിലേക്ക് ആക്കാനായിട്ട് S അല്ലെങ്കിൽ ES ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് പല രീതിയിൽ അതിനെ വായിക്കാം. അതായത് സ് സൗണ്ടിൽ വായിക്കാം, Z സൗണ്ടിൽ വായിക്കാം, ഇസ് സൗണ്ടിൽ വായിക്കാം. അങ്ങനെ ചെയ്യുന്നതിനെയാണ് അല്ലോമോർഫ്സ് എന്ന് പറയാം. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു വാക്ക് എടുക്കുകയാണ്. അതായത് ഇപ്പോൾ ബസ് എന്നുള്ള വാക്കിൻ്റെ കൂടെ S നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ വേറെ ബസ് എന്നുള്ള വാക്കിൻ്റെ കൂടെ S അല്ല, ബസ് ആണെങ്കിൽ ബസ്സസ് എന്നൊക്കെ എങ്ങനെയാണ് ES ആഡ് ചെയ്യണം അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ക്യാപ്പ് എന്നുള്ള വേർഡ് പ്ലൂറലാക്കാനായിട്ട് S മാത്രം ആഡ് ചെയ്താൽ മതി. കണ്ടോ, അപ്പോൾ നമ്മൾ പ്ലൂറലാക്കാൻ ചില കേസിൽ S മാത്രം ആഡ് ചെയ്യും, ചില കേസിൽ ES ആഡ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ S ആഡ് ചെയ്താൽ പോലും വേറെ രീതിയിൽ വായിക്കാം. രണ്ടും, അതായത് S ആഡ് ചെയ്തു പക്ഷെ രണ്ട് രീതിയിൽ S ആഡ് ചെയ്തതിനെ വായിക്കും. ചിലത് സ് സൗണ്ടിൽ വായിക്കും, ചിലത് Z സൗണ്ടിൽ വായിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ ES ആഡ് ചെയ്യുമ്പോൾ അത് വേറൊരു സൗണ്ട് ആവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പക്ഷേ ആഡ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ വേർഡാണ്, ഒരു പെർട്ടിക്കുലർ ലെറ്റർ ആണ്. പക്ഷേ പല രീതിയിൽ വായിക്കാം, പല വേരിയൻസ്, അതായത് പല രീതിയിൽ ഇതിനെ നമുക്ക് എടുക്കാം. അതിനെയാണ് അല്ലോമോർഫ്സ് എന്ന് പറയാം. Allomorphs are the variants or different realizations of the same morpheme. സെയിം മോർഫീം ആയിരിക്കും കേട്ടോ, പക്ഷെ പല രീതിയിൽ അതിനെ നമ്മൾ എടുക്കും. ഫോർ എക്സാമ്പിൾ, ദ ഇംഗ്ലീഷ് പ്ലൂറൽ മോർഫീം റിട്ടൺ ആസ് S അല്ലെങ്കിൽ ES has 3 allomorphs as shown below. കണ്ടോ, നമ്മൾ പറഞ്ഞത് S എന്ന് എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ES എന്ന് എഴുതി കഴിഞ്ഞാൽ അത് 3 രീതിയിൽ വായിക്കാം. ഓക്കെ, എന്തൊക്കെയാണ്? S or ES, S, Z, is. ഓക്കെ, their distribution is as follows. ഇനി കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. എപ്പോഴാണ് സ് എന്നുള്ളതിനെ സ് എന്നും എപ്പോഴാണ് അതിനെ Z ആക്കുന്നതെന്നൊക്കെയുണ്ട്. അതായത് സ് is used after p, t, k, f, th. p, t, k, f, th എന്നുള്ള ഈ പറയുന്ന സൗണ്ട്സ് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുമ്പോൾ, അതായത് അത് കഴിഞ്ഞിട്ട് S ആഡ് ചെയ്യുമ്പോൾ അതിന് സ് സൗണ്ടിൽ തന്നെയാണ് വായിക്കുക. ഇപ്പോൾ നോക്കിക്കേ, ക്യാപ്പ് എന്നുള്ള ആ ഒരു വേർഡ് എൻഡ് ചെയ്തേക്കുന്നത് p സൗണ്ടിലാണ്. അത് കഴിഞ്ഞിട്ട് വന്നേക്കുന്നത് S ആഡ് ചെയ്തേക്കാണ്. അപ്പോൾ അതിനെങ്ങനെ വായിക്കും? ക്യാപ്സ്. S, അതെ ക്യാപ്സ് എന്ന് വായിച്ചു, കുഴപ്പമില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നോക്കി, ക്യാറ്റ് ട് സൗണ്ടാണ് എൻഡ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് S ആഡ് ചെയ്തപ്പോൾ അതിന് ക്യാറ്റ്സ് എന്ന് വായിച്ചു. ദെൻ കേക്ക്സ്, കണ്ടോ, അവിടെ k സൗണ്ടാണ് എൻഡ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന് S ആഡ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ സ് ആഡ് ചെയ്തപ്പോൾ കേക്ക്സ് എന്ന് വായിച്ചു. പിന്നെ പഫ്സ്, പാത്സ്, കണ്ടോ, ഇവിടെ p, t, k, f, th എന്നുള്ള ഈ സൗണ്ടുകൾ വെച്ചിട്ടാണ് എൻഡ് ചെയ്തേക്കുന്നത് എങ്കിൽ അതിൽ പ്ലൂറലായിട്ടുള്ള S കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സ് എന്നുള്ള സൗണ്ടിൽ തന്നെ വായിക്കും. പക്ഷേ വേറെ കുറച്ച് സൗണ്ട്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബ, ട്, ഗ, വ്, ട്, മ, ന, ല, റ്. ഈ സൗണ്ട്സ് ഒക്കെയാണ് ഒരു വാക്കിൽ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ S ആഡ് ചെയ്ത് കഴിഞ്ഞാൽ Z എന്നാക്കണം. അതായത് നോക്കിയേ, കബ്സ്, ബേർഡ്സ്, ബാഗ്സ്, കേവ്സ്, ബ്രീഡ്സ്, പാംസ്, ഫാൻസ്, വിങ്സ്, ഫൂൾസ്, കാസ്. കണ്ടോ അവിടെ Z ആണ്, സ് അല്ല, Z ആഡ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ഏതൊക്കെ സൗണ്ടിൽ എൻഡ് ചെയ്യുന്നതിനാണ് Z എന്നും
ഏതൊക്കെ സൗണ്ടിൽ എൻ്റെ ചെയ്താലാണ് സ് എന്നും അതൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയേ, ഇസ്. ഇസ് സൗണ്ട് എവിടെയാണ് വരുന്നത് നോക്കാം. ച്, ജ്, സ്, സ്, ഴ്, ഷ്. ഓക്കെ, ഇത്രയും സൗണ്ട്സിൽ ആണ് ഒരു വാക്ക് വരുന്നത് എങ്കിൽ, അതായത് ലാസ്റ്റിൻ്റെ തൊട്ട് മുമ്പ്, നമ്മൾ എസ് ആഡ് ചെയ്യുന്നതിനേക്കാൾ തൊട്ട് മുമ്പ് എന്നുള്ളതാട്ടോ ഞാൻ ഈ ലാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ഇസ് സൗണ്ടിലാണ് എൻഡ് ചെയ്യുക. അപ്പം നോക്കിയേ, ടോർച്ച് കണ്ടോ, ച് സൗണ്ട് കഴിഞ്ഞിട്ടാണ് ഇ എസ് ആഡ് ചെയ്തിരിക്കുന്നത്. അതെന്തായി അപ്പോൾ ടോർച്ചസ്, കണ്ടോ എസ് ആഡ് ചെയ്യണം, ഇസ് എന്നുള്ള സൗണ്ടിൽ ആണ് എൻഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ നോക്കിയേ, ബ്രിഡ്ജസ്, കണ്ടോ അവിടെ ജ് സൗണ്ടാണ്, അപ്പോൾ ബ്രിഡ്ജസ് ഇസ്. ഓക്കെ, പാസസ്, കണ്ടോ സ് സൗണ്ടിൽ എൻഡ് ചെയ്തുകൊണ്ട് പാസസ്. സ് സൗണ്ടിൽ എൻഡ് ചെയ്താലും ബസ്സസ്. പിന്നെന്താണ്, ബുഷസ്, ഗരാഷസ്. കണ്ടോ ആ ഒരു ഇസ് എന്നുള്ളതിൽ വരണം. അതൊന്ന് പറഞ്ഞു നോക്കാം. ടോർച്ചസ്, ബ്രിഡ്ജസ്, പാസസ്, ബസ്സസ്, ബുഷസ്, ഗരാഷസ്. കണ്ടോ ഇസിലേക്ക് എത്തണം. സംഭവം ഇ എസ് എന്ന് എഴുതിയിട്ടുള്ളൂ, ഓക്കെയാണ്. പക്ഷേ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അത് ഇസിലേക്ക് വേണം പ്രൊനൗൺസ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ നോക്കാം. ദ ഇംഗ്ലീഷ് പാസ്റ്റ് ടെൻസ് മോർഫീം written as ഡി ഓർ ഇ ഡി ഹാസ് 3 അലോമോഫ്സ്. നമ്മൾ പാസ്റ്റ് ടെൻസ് ആക്കാനായിട്ട് ഡി അല്ലെങ്കിൽ ഇ ഡി ആഡ് ചെയ്യും ഇല്ലേ. ഇപ്പം നോക്കിയേ, ഒരു ടോക്കിൻ്റെ കൂടെ ഇ ഡി ആഡ് ചെയ്യണം, അപ്പോൾ ടോക്ക്ഡ് പാസ്റ്റ് ടെൻസിലേക്കായി അല്ലേ. അപ്പം നമ്മൾ ഡ അല്ലെങ്കിൽ ഇ ഡി ആഡ് ചെയ്യുമ്പോഴും അതിനെ 3 രീതിയിൽ വായിക്കാം. ഒന്നില്ലെങ്കിൽ അത് ട് എന്നുള്ള രീതിയിൽ വായിക്കും, അല്ലെങ്കിൽ ഡ എന്നുള്ള രീതിയിൽ വായിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഡ എന്നുള്ള രീതിയിൽ വായിക്കും. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ട്, ഡ്, വ്, ഡ് അങ്ങനെയല്ല. ആക്ച്വലി അത് അവിടെ ഒരു ഡബ്ല്യു ഡി എന്ന് വന്നിട്ടുണ്ടല്ലോ, അത് ആക്ച്വലി ഡബ്ല്യു ഡി തെറ്റാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇഡ് എന്നുള്ളതാണ്. അതായത് ഈ സൗണ്ടും ഡി സൗണ്ടും, ഡബ്ല്യു ഡി അല്ല വരേണ്ടത്. ഈയുടെ സൗണ്ടല്ലേ ഐ പോലത്തെ, അതും ഡിയു ആണ് വരേണ്ടത്. ഓക്കെ, അതാണ് ഒരു എറർ വന്നേക്കുന്നത് കേട്ടോ. അതൊന്ന് കറക്റ്റ് തന്നെ. ഡബ്ല്യു ഡി എന്ന് വന്നേക്കുന്നത് ആക്ച്വലി വരേണ്ടത് ഐ ഡി എന്ന് എഴുതുന്നില്ല നമ്മൾ, ആ ഒരു ഇഡ് സൗണ്ടിൻ്റെ യെസ് അതാണ് വരേണ്ടത്. അപ്പോൾ ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ആസ് ഫോളോസ്. അതായത് നമ്മൾ ഡി അല്ലെങ്കിൽ ഇ ഡി എഴുതി കഴിഞ്ഞാൽ അതെങ്ങനെ വായിക്കും? അതായത് പ്, ട്, ക, ച്, ഫ്, ത്, സ്, ഷ് ഇത്രയും വേർഡ്സാണ്, ഇത്രയും സൗണ്ട്സാണ് വരുന്നതെങ്കിൽ, ഇത്രയും സൗണ്ട്സ് വരുന്ന വേർഡ്സാണ് വരുന്നതെങ്കിൽ അതിന് ട് സൗണ്ടിൽ എൻഡ് ചെയ്യണം. നോക്കിക്കേ, ടാപ്ഡ്, പാക്ഡ്, വാച്ച്ഡ്, ലോഫ്റ്റ്, പാസ്റ്റ്, പുഷ്ഡ്. കണ്ടോ അത്? അപ്പോൾ കുറേ വേർഡ്സ്, അതായത് ഈ സൗണ്ടിൽ ഈ പറയുന്ന പ്, ട്, ക, ച്, ഫ്, ത്, സ്, ഷ് വരുന്ന ഒരുപാട് വാക്കുകളുണ്ട് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ട് യൂസ് ചെയ്യണം. ഓക്കെ, അത് എന്ത് ബേസിസിലാണ് ട് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. അതായത് ഒരുപാട് വാക്കുകളുടെ അവസാനമാകുമ്പോഴേക്കും പ്, ട്, ക, ച്, ഫ്, ത്, സ്, ഷ് എന്ന് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ എൻഡിങ്ങിലാണ് ഇതൊക്കെ വെച്ച് അവസാനിക്കുകയാണ് ആ വാക്കെങ്കിൽ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാസ്റ്റ് ടെൻസ് ഫോമായിട്ടുള്ള ഇ ഡി ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിന് ട് സൗണ്ട് കൊടുത്താണ് എൻഡ് ചെയ്യേണ്ടത്. ഡ് സൗണ്ടിലല്ല, ട് സൗണ്ടിലാണ്. ഇനി എവിടെയൊക്കെയാണ് ഡ് സൗണ്ട് എന്ന് നോക്കാം. ഡ് സൗണ്ടിൽ എൻഡ് ചെയ്യുന്നത് ഡ് ഇസ് യൂസ്ഡ് ആഫ്റ്റർ ബ്, ഗ, ജ്, വ്, ട്, സ്, ദെൻ ഴ്, മ്, ന്, യ, ല, റ്. കണ്ടോ, ഇത്രയും സൗണ്ട്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡ് എന്നുള്ള സൗണ്ട് യൂസ് ചെയ്യാം. നോക്കിക്കേ, റബ്ഡ്, കണ്ടോ ബ് സൗണ്ട് കഴിഞ്ഞിട്ട് റബ്ഡ്. നെക്സ്റ്റ് ബാഗ്ഡ്, ജഡ്ജ്ഡ്, ലവ്ഡ്, ദെൻ ബ്രീത്ത്, ഫ്യൂസ്ഡ്, ഹംഡ്, ലീൻഡ്, വിങ്ഡ്, വാൾഡ്, ടയർഡ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യേണ്ടതാണ് ഡ് സൗണ്ട്. നെക്സ്റ്റ് ഇറ്റ് സൗണ്ട് എവിടെയാണ് യൂസ് ചെയ്യുക? ഇറ്റ് ഈസ് യൂസ്ഡ് ആഫ്റ്റർ ട്, ഡ്. വെയ്റ്റഡ്,
ഡിഡ്. കണ്ടോ, ആ ഒരു ഇഡ് സൗണ്ടാണ് യൂസ് ചെയ്യുക. സോ ഇതാണ് അലോമോർഫ്സിൽ വരുന്ന രണ്ട് എന്താ പറയുക, രണ്ട് രീതിയിലുള്ള, നമുക്ക് പറയാവുന്ന രണ്ടല്ല 3 രീതിയിൽ വേരിയൻസിലേക്ക് എത്തുന്ന രണ്ട് കേസസ്. ഓക്കെ, അതായത് ഈ പറയുന്ന ES അല്ലെങ്കിൽ S പ്ലൂറൽ ഫോം ആക്കാനായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സ്, Z, ഇസ് സൗണ്ടിലേക്ക് എത്തിക്കുന്നു. ഇനിയും അടുത്തത് D അല്ലെങ്കിൽ ED പാസ്റ്റ് ടെൻസ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ട്, ഡ്, ഇഡ് ഈ രീതിയിൽ നമ്മൾ എൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് മോർഫോളജി. നെക്സ്റ്റ് വൺ ഇസ് സിൻടാക്സ്. Syntax refers to the study of the structure of sentences in terms of grammar. ഗ്രാമർ വൈസ്, ഗ്രാമർ കറക്റ്റ് ആവുന്ന രീതിയിൽ സ്ട്രക്ചർ ഓഫ് സെൻറ്റൻസസ് പഠിക്കുന്നതിനെയാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. The rules of grammar regarding word order and concord are the main parts of syntax. സിൻടാക്സ് എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഗ്രാമർ നമ്മൾ ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ ഗ്രാമറിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു വേർഡ് ഓർഡർ ഉണ്ടല്ലേ. നമ്മൾ ഗ്രാമർ, ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ എന്ന് പറഞ്ഞാൽ മലയാളം പോലെയല്ല. അതിനൊരു ഓർഡർ ഉണ്ട്. ഒരു സെൻറ്റൻസിൽ പറയുമ്പോഴും എഴുതുമ്പോഴും അതിനൊരു ഓർഡർ ഉണ്ട്. അതേപോലെ കോൺകോഡ് എന്ന് പറയുമ്പോൾ ഒരു ഫോർമൽ എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. കോൺകോഡ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട്